ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. സാധ്യമാണ്. പീപ്പിൾസ് പ്ലാനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൃക്കരിപ്പൂരിന്റെ MLA-യും CPIM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള M രാജഗോപാലനാണ്. സ്വാഗതം. തൃപ്തനാണോ തൃക്കരിപ്പൂരിൽ? തൃപ്തനാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ കോസ്റ്റൽ ഹൈവേന്റെ ഒരു DPR കൂടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ റൗണ്ട് കണക്കാക്കിയാൽ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. കേരളത്തിലെ ഇടത് ഗവൺമെന്റിന്റെ ക്ഷേമ വികസന പദ്ധതികളുടെ സ്പർശമേൽക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിലില്ല എന്നതാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ കയ്യൂരിൻ്റെ ഒരു രാഷ്ട്രീയ അനുഭവവും പാർട്ടിയും മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു ആവേശം. നീലേശ്വരം ലോകകപ്പ് സത്യത്തിൽ എനിക്കന്ന് സുപരിചിതമാണ്. ലോക യുവജന സമ്മേളനം അൾജീരിയയിൽ പോയി, ഫ്രാൻസിൽ പോയി, പാരീസ് സന്ദർശിച്ചു. വിബ്ജിയോർ, കാസർഗോഡിന്റെ ശബ്ദഭാഷകളെ പ്രതിനിധീകരിക്കുന്ന ഒരു വിബ്ജിയോർ പ്രൊജക്ട് മണ്ഡലത്തിന്റെ ഹൃദയരേഖ പോലെ കാസർഗോഡ് ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇതിന്റെ പഠനമൊക്കെ പൂർത്തിയായി ഇതിന്റെ ഒരു നല്ല ഘട്ടത്തിലേക്ക്, വിജയകരമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന തന്നെയാണ് പ്രതീക്ഷ. വോളിബോൾ നാട്ടിലെ ക്ലബിന് വേണ്ടിയിട്ടൊക്കെ കളിക്കാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു പെൻഷൻ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനത്തെ കാണുന്നത്? ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ മേഖലയിലെയും ആളുകളെ ഒന്ന് സഹായിച്ചു. സ്കീം വർക്കേഴ്സ് എപ്പോഴും കണ്ടാൽ ചോദിക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യം ഈ ഒരു വേഷമാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത, ഒരു പ്രത്യേകമായിട്ടുള്ള തൊപ്പി അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ് കോഡ്. എങ്ങനെയാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമായത്?